സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വർക്ക് മമ്മൂട്ടിക്കൊപ്പം ഉള്ള? പുള്ളി ആ ഒരു പവർ കൊണ്ടുവരുന്നത് നമുക്ക് വളരെ അത്ഭുതകരമായിരുന്നു. ഒരു ഷോട്ടിനകത്ത് ആ ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ അതൊരു ആ ഒരു പവർ നമ്മളെ ഫീൽ ചെയ്യിക്കുന്നത് അത് ഭയങ്കര കാണാൻ നല്ല രസമുള്ളത്. എല്ലാ ഷോട്ടുകളും രാഹുൽ വരച്ച് വെച്ച് സ്റ്റോറി ബോർഡ് ചെയ്ത് അപ്പോൾ ആ കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു. നമ്മൾ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള നമ്മുടെ ഒരു ജോലി. ഈ സിനിമ പിച്ച് ചെയ്യുന്നത് രാഹുൽ എൻ്റെ അടുത്ത് ആദ്യം പറയുമ്പോൾ തന്നെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ കാറ്റൊക്കെ അടിക്കുക അതൊക്കെ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും ഓരോ ഷോട്ട് എടുക്കും. സിനിമാറ്റോഗ്രാഫി തന്നെ നിൽക്കാനാണോ അതോ ഡയറക്ഷനിലേക്ക് ലക്ഷ്യമുണ്ടോ? ഇല്ല, സിനിമാറ്റോഗ്രാഫി തന്നെയാണ്. ഈ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, അതിൻ്റെയൊക്കെ ഒരു സക്സസ് ഭയങ്കര, എനിക്ക് തോന്നുന്നു ഫിലിം മേക്കേഴ്സിന് എല്ലാവർക്കും വേറൊരു വാതിൽ തുറന്നിട്ട് കൊടുക്കുന്ന പോലെ ഒരു. അതുകൊണ്ട് തന്നെ ജലാലുദ്ദീൻ അദ്ദേഹത്തിന് അത്യാവശ്യം ഈ സിനിമ കാര്യങ്ങളൊക്കെ സിനിമ കാണലിലൊക്കെ ശീലം ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിനോട് എതിർപ്പില്ല. അവരാണല്ലോ ഫീസ് തരാനായിട്ട്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച ഛായാഗ്രാഹകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ, ഇപ്പോൾ ഭ്രമയുഗം എന്ന ചിത്രത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഛായാഗ്രഹണത്തിലൂടെ മലയാളികളെ മാത്രമല്ല പ്രേക്ഷകരെ മുഴുവൻ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഛായാഗ്രാഹകൻ ശ്രീ ഷഹനാദ് ജലാലാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ഷഹനാദ് ജലാൽ. ഇപ്പം ഭ്രമയുഗം എന്നുള്ള ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമായി. അതിന് തൊട്ട് മുമ്പ് തന്നെ ഇപ്പം OTT-യിലൂടെ കറി ആൻഡ് സൈനൈഡ് അതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇത് രണ്ടും ഇപ്പോൾ ഒരുമിച്ച് താങ്കൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 14-ാം വർഷത്തിലെത്തി നിൽക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു ടൈം ഇത് വളരെ രണ്ട് സിനിമയും വലിയ രീതിയിൽ ഒരു അംഗീകാരവും എല്ലാം ഒരു തൃപ്തിയൊക്കെ തോന്നുന്നില്ലേ? അതെ, കറി ആൻഡ് സൈനൈഡ് ഗ്ലോബലി ട്രെൻഡിങ് ആയിരുന്നു. നമ്പർ 2-ൽ കുറേ ആഴ്ചകളുണ്ടായിരുന്നു. അത് മറ്റേ കോഴിക്കോട്ടെ ജോളിയുടെ നടത്തിയ കൂടത്തായി കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇതാണ്. അത് വലിയ വിവാദമൊക്കെ ആയി ഇടയ്ക്ക്. ഇപ്പം ഓൾറെഡി വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കേസ്. അതിൻ്റെ ഛായാഗ്രഹണത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? അത് ക്രിസ്റ്റോ ടോമി എന്ന് പറഞ്ഞ ഡയറക്ടർ, പുള്ളി SRFTയിൽ പഠിച്ചാണ്, നമ്മുടെ ജൂനിയറായിട്ട് പഠിച്ചത്. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒപ്പം പഠിച്ചതാണ്? അല്ല, ജൂനിയറായിട്ട്. ഇപ്പോൾ ക്രിസ്റ്റോയുടെ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ ഓൾറെഡി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്, റിലീസ് ചെയ്തിട്ടില്ല. ഉർവശി, പാർവതി തിരുവത്തൊക്കെ കഥാചിത്രമാണ്. അതെ, അപ്പം ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്റ്റോയ്ക്ക് ഈ വർക്ക് വന്നപ്പോഴും ക്രിസ്റ്റോ അതിലോട്ട് തന്നെ വിളിക്കുമായിരുന്നു. താങ്കൾ നേരത്തെ ഒരുപാട് ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. അതെ, അതുകൊണ്ട് അതൊരു. അതെ, പിന്നെ ഈ ഡോക്യുമെൻ്ററിയിൽ കൂടുതലായിട്ട് എന്താണ് റിയൽ ഇൻസിഡൻസ് ഫിക്ഷണലൈസ് ചെയ്യാൻ അതിൻ്റെ പല സംഭവങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വേറെ ആക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ അതെ, ഡോക്യുഫിക്ഷൻ ഫോമാറ്റിലായിരുന്നു. ഭ്രമയുഗത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചിത്രം ഏറെക്കുറെ പൂർണ്ണമായിട്ടും തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഇപ്പം തന്നെ ഓസ്കാർ കിട്ടിയ പൂവർ തിങ്സിൽ കുറേ ഭാഗങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട്. എനിക്കൊന്ന് വിദേശത്ത് കുറേ കൂടെ ഇപ്പം അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൽ ഇൻഡിപെൻഡൻറ്റ് സിനിമകളിൽ ഉണ്ടാവാറുണ്ട്, അതുപോലെ ബംഗാളിയിലും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഭ്രമയുഗം പോലൊരു വലിയ ചിത്രം, ഇത്ര കഥാചിത്രം, കോടികൾ മുടക്കുമുതലുള്ളൊരു സിനിമ, മമ്മൂക്ക അഭിനയിക്കുന്ന ഒരു ഫിലിം, അങ്ങനെയൊക്കെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അപൂർവതയാണ്. അതൊരു വലിയ റിസ്ക്കുമായിരുന്നു. കമേഴ്ഷ്യലി അതെ ഒരു റിസ്ക് ആയിരുന്നു. അത് അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു പ്രൊഡ്യൂസർ, നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞൊരു ബാനർ, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് രാമചന്ദ്ര ചക്രവർത്തി ആൻഡ് ശശികാന്ത്. അപ്പോൾ അവർക്ക് ഇത് ഇങ്ങനെ തന്നെ വേണമെന്ന് കൂടുതൽ നിർബന്ധം. അതായത് ഡയറക്ടർ അങ്ങനെ തന്നെയാണ് അത് കൺസീവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളും ഇൻട്രസ്റ്റ് ആയിട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വളരെ, പ്രത്യേകിച്ച് മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ അർജുൻ അശോകൻ, പിന്നെ ഒരു നടി, അവർ മണികണ്ഠൻ തുടക്കത്തിൽ 4 കഥാപാത്രങ്ങൾ, ഒരു മന, കാട്, എല്ലാം ഒരു ചെറിയൊരു പ്ലേസിലാണ് ഈ സിനിമ. അന്നേരം അതൊരു വിജയകരമായിട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചാലഞ്ച് അല്ലായിരുന്നു? അതെ, നമുക്ക് ഈ ആർട്ടിസ്റ്റുകളും പിന്നെ ധാരാളം സ്പേസുകളുണ്ട് അതിനകത്ത്. ഈ മനയ്ക്കകത്ത് തന്നെ ഇവരെത്രയോ
ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഇവർ പാസ് ചെയ്ത് പോകുന്നത്. അതിനകത്തുള്ള ഒരു നിലവറയായാലും ആ നിലവറയിലോട്ട് കിടക്കുന്നൊരു നെല്ലറ, ഇതെല്ലാം പല പല സെറ്റുകളാണ്. അപ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ സ്പേസുകളിലോട്ട് ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ 2 ദിവസം കൂടുമ്പോൾ പുതിയൊരു സെറ്റിലോട്ട് കയറുകയാണ്. പുതിയൊരു ലൈറ്റിംഗ് പാറ്റേണും എല്ലാം ചെയ്ത് അങ്ങനെ. അപ്പോൾ അതിനകത്തൊരു കള്ള് ഭരണികൾ നിറഞ്ഞൊരു മുറിയുണ്ട്. അതുപോലെ ഈ നെല്ല് സ്റ്റോർ ചെയ്തേക്കുന്ന റൂമുണ്ട്. ഇവർ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സീനൊക്കെ ആയിരിക്കും, പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് പാറ്റേൺ. അതേസമയം ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു മൂഡ് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണം. അല്ല, ഇത് ഛായാഗ്രഹണം തന്നെ ആ സിനിമയുടെ ഒരു ടോൺ, ഒരു ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം, അതിൽ ക്യാമറയ്ക്ക് വലിയ റോളുണ്ടല്ലോ ആ സിനിമയുടെ ഓരോ. അതൊക്കെ ഒരു വലിയ, അത് ഞാൻ ചോദിക്കുന്ന ഒരു ചാലഞ്ചാണോ അതോ ബൈ എക്സ്പീരിയൻസ് അത് ഈസി ആയിരുന്നു? അങ്ങനെ ചാലഞ്ചില്ല, നമ്മൾ നന്നായിട്ട് പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീ പ്രൊഡക്ഷൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുലിന് വളരെ വ്യക്തമായിട്ടുള്ള ഷോട്ടുകളെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നു. നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഇറക്കിയ ടൈമിലൊക്കെ നമ്മൾ ആ ലൊക്കേഷനിൽ ധാരാളം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഷോട്ടുകൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടെന്നോ? പ്രീ പ്രൊഡക്ഷൻ, അതെ, പ്രീ പ്രൊഡക്ഷനിൽ നന്നായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഷോട്ടുകളും രാഹുൽ വരച്ച് വെച്ച് സ്റ്റോറി ബോർഡ് ചെയ്ത്, അപ്പോൾ ആ കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു. നമ്മൾ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള നമ്മുടെ ഒരു ജോലി, ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിനും ഒക്കെ വളരെ എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു. വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്തൊരു കാര്യം. ഈ സിനിമയുടെ മുഖ്യ ആകർഷണം ഇവർ 3 പേരുടെയും ഉജ്ജ്വലമായ അഭിനയമാണ്. പക്ഷേ എന്നാലും മമ്മൂട്ടി എന്നുള്ള ഒരു, ഇപ്പോൾ എല്ലാവരും മെഗാസ്റ്റാർ, സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ മമ്മൂട്ടി ഇതുപോലെ സ്വന്തം ഇമേജ് തകർക്കുന്ന ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മമ്മൂട്ടി ഇത് കഥ കേട്ടപ്പോൾ തന്നെ സമ്മതിക്കുമായിരുന്നു. അതിനെക്കുറിച്ച് അറിയാമോ? ആദ്യമേ അത് പുള്ളി അഗ്രി ചെയ്തെന്നാണ് ഞാൻ രാവിലെ പറഞ്ഞത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വർക്ക് മമ്മൂട്ടിക്കൊപ്പം ഉള്ള? ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്കിനോടൊരു പാഷൻ, അത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഈ എല്ലാവരും പറയുന്നത് ചെറുപ്പം എന്ന് പറയുന്നത് ലുക്കിൽ മാത്രമല്ല, വർക്കിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡും അതൊരു ഭയങ്കര ഒരു ഡെഡിക്കേഷനും ഒരു ഷോട്ടിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ നമുക്ക് ജസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട്, അതെ, ചുണ്ടൊക്കെ ഇങ്ങനെ കൂർപ്പിക്കുക, അതൊക്കെ മാറ്റി. മാത്രമല്ല മമ്മൂട്ടി ഇതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയനിലടക്കം ഇതിൻ്റെ അതുപോലുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് കഥാപാത്രത്തെ ശരിക്കും പഠിച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ്, മമ്മൂട്ടിയുടെ അലറലും പുള്ളി ആ ഒരു പവർ കൊണ്ടുവരുന്നത് നമുക്ക് വളരെ അത്ഭുതകരമായിരുന്നു. ഒരു ഷോട്ടിനകത്ത് ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ അതൊരു പവർ നമ്മളെ ഫീൽ ചെയ്യിക്കുന്നത് ഭയങ്കര കാണാൻ നല്ല രസമുള്ള പരിപാടിയായിരുന്നു. മമ്മൂട്ടിയുടെ ഒപ്പം ആ രംഗങ്ങളിലെല്ലാം മറ്റേ 2 യുവനടന്മാരും വളരെ നല്ല രീതിയിൽ, പിന്നെ പ്രത്യേകിച്ച് അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും വളരെ, സിദ്ധാർത്ഥിൻ്റെയും അർജുൻ്റെയും വളരെ നല്ല പെർഫോമൻസ്. മമ്മൂട്ടിയുടെ പിന്നെ ഇപ്പോൾ അതിലൊരു രംഗത്ത് ഇങ്ങനെ ഈ അർജുൻ അശോകനോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു നിഴല് പോലെ ഉള്ള അങ്ങനെയൊക്കെയുള്ള വളരെ ആകർഷകമായ കാര്യങ്ങളും താങ്കൾ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇപ്പം ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു സസ്പെൻസ് പിടിച്ചിരുത്തുമ്പോൾ പോലും ഇതിൻ്റെ ഒരു ടോണും മറ്റും എല്ലാം. അതെ, എനിക്കൊന്ന് ഈ നിഴലുകളൊക്കെ എപ്പോഴും ഹൊറർ ഫിലിംസിലൊക്കെ ഒരു ഹൊറർ ആ ഒരു മൂഡിനൊക്കെ, ഹൊററല്ല ആക്ച്വലി, അതിൻ്റെ ഒരു എനിക്ക് അറിയില്ല, എപ്പോഴും നിഴലുകൾ വേറൊരു രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഒരു അത്രയും വലിയൊരു ഡയലോഗ് സീക്വൻസ് നിഴലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും അതിനു വേണ്ടിയിട്ട് മമ്മൂക്ക പെർഫോം ചെയ്യുക എന്നുള്ളതും പുള്ളി ആ കറക്റ്റ് ബോഡി എല്ലാം കറക്റ്റ് പൊസിഷനിൽ, കൈയുടെ മൂവ്മെൻറ്റ് എല്ലാം നിഴൽ അതിനു വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ആ ഒരു ഷോട്ട് ചിത്രീകരിക്കുന്നത് ഒരുപാട് സമയം എടുത്താണോ അതോ? ഇല്ല, അങ്ങനെയല്ല, 2-3 മണിക്കൂർ.
2-3 മണിക്കൂർ എടുത്ത്. മമ്മൂക്ക ഇത് പിന്നെ ഈ യുവ നടന്മാരോടൊപ്പം തന്നെ ഇപ്പം അതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു ഇമേജ് തകർക്കുന്ന കഥാപാത്രമാണിത്. കാരണം ചാത്തൻ പുള്ളി തന്നെ ആണെന്നുള്ള രീതിയിൽ വരുന്ന അതൊക്കെ അതിനൊന്നും പുള്ളി യാതൊരു എതിർപ്പും പറയുന്നില്ല അല്ലേ? ഒരു ഇടപെടലും നടത്താറില്ല. ഇല്ല, പുള്ളി സ്ക്രിപ്റ്റും എല്ലാമായിട്ട് പുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണല്ലോ വരുന്നത്. സജഷൻസ് പറയൂ. ഐ മീൻ ആക്ടിങ് ഇതിലൊക്കെ ഡയറക്ടർമാരൊക്കെ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്, ഇംപ്രവൈസേഷൻസും ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കഥാപാത്രം മമ്മൂട്ടിയുടെ ഇത് ജസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന പാണൻ്റെ കഥാപാത്രം മുഖത്തൊരു പ്രതീക്ഷയുടെ തിളക്കമുണ്ട് എപ്പോഴും. അതേസമയം അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളുടെ അദ്ദേഹത്തെ എപ്പോഴും വിയർപ്പ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു ക്യാമറാമാൻ ചിത്രീകരിക്കുമ്പോൾ ഈ വേലക്കാരൻ്റെ ഒരു ലുക്കിൽ എപ്പോഴും ഒരു വളരെ ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു ലുക്ക്, വേർപ്പ്, പിന്നെ അഴുക്ക് എല്ലാം ആയിട്ടൊരു ഒരു ടെക്സ്ചറുണ്ട് മുഖത്ത്, സിദ്ധാർത്ഥൻ്റെ മുഖത്തൊക്കെ. അത് നമ്മൾ മേക്കപ്പിലും എല്ലാം നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് സാർ. ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് ലൈറ്റിങ്ങും അത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ആ രീതി ഓരോ കഥാപാത്രത്തിനും ഓരോ ലൈറ്റിങ്ങിൻ്റെ അകത്ത് വ്യത്യസ്തതയുണ്ട്. അല്ല, അതവരുടെ ഫേസിൽ നിന്ന് വരുന്നൊരു സംഭവമാണ്. ബട്ട് ഈ സിദ്ധാർത്ഥിൻ്റെ മുഖത്തെ ടെക്സ്ചറൊക്കെ അത് നോക്കിയിട്ടൊക്കെ നമ്മൾ ലൈറ്റിംഗ് ഒക്കെ അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്, മോണോക്രോമാറ്റിക്. പണ്ട് ആൾക്കാർ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലഘട്ടത്തിൽ, അന്നാണെങ്കിൽ ഇപ്പോൾ ക്യാമറ അല്ല ഫിലിമിന് ഇത്രയും സ്പീഡില്ലാത്ത കാലമുണ്ട്, ഹൈ സ്പീഡ് ഫിലിം പിന്നെ വരുന്നത്, പിന്നെയാണ് ഏറ്റവും കൂടുതലാണ് ഡിജിറ്റലിലേക്ക് വരുന്നത്. അന്ന് ഈ പിന്നെ ഈ വെള്ള കളറിലുള്ള മുണ്ടാണെങ്കിൽ അത് കാവിയോ അല്ലെങ്കിൽ മഞ്ഞയിലോ മുക്കിയിട്ടൊക്കെയാണ്. അന്നേരം ഇപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഇപ്പോൾ എടുത്തപ്പോൾ ഈ ഡിജിറ്റൽ ഇതിലെടുക്കുമ്പോൾ എന്ത് കളേഴ്സ് യൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അല്ല, കോസ്റ്റ്യൂംസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നാമത് ഇവരെല്ലാം മുഷിഞ്ഞ വസ്ത്രങ്ങളും അങ്ങനെയൊക്കെയാണ്, മുറുക്കാനൊക്കെ തുപ്പിയിട്ടും ഭക്ഷണം ഒക്കെ വീണിട്ടൊക്കെ അഴുക്കായിട്ടുള്ള ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് ഓൾറെഡി. അധികം വസ്ത്രങ്ങളും ഇല്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഡൈ ചെയ്ത് ഒരു ബ്രൗണിഷ് ടോണിലോട്ട് കൊണ്ടുവന്നിട്ടാണ് ഇത് എല്ലാവരുടെയും മുണ്ടുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ ടെക്സ്ചേഴ്സ്, ഐ മീൻ മുറുക്കാൻ തുപ്പിയതിൻ്റെയും അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് ആയാലും സിദ്ധാർത്ഥിൻ്റെ ആയാലും അർജുൻ്റെ ആയാലും എല്ലാം. യക്ഷിയുടെ കയ്യിലെ വിരലുകളൊക്കെ പക്ഷേ വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നുന്നു. അത് ഈ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ മെൽവിൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി വളരെ മെറ്റിക്കുലസ് ആയിട്ട് കൊണ്ടുവന്ന കുറേ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള. പോർച്ചുഗീസുകാർ അവസാനം വരുമ്പോൾ അവരുടെ ഈ വേഷം ഉണ്ടല്ലോ, അവർ കുതിരപ്പുറത്ത്, അതും ഇത് ഡിസൈൻ ചെയ്ത് എടുത്തതാണ്. അതിൻ്റെ ഓരോ ഗൗണുകളും തൊപ്പി, പിന്നെ അവർ എല്ലാം ആക്സസറീസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ട് ചെയ്തത്. ഈ കളർ യുഗത്തിൽ അല്ലെങ്കിൽ കളർ കറക്ഷൻ ഗ്രേഡിങ്ങിൻ്റെ ഒക്കെ കാലത്ത് എന്തുകൊണ്ടൊരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തു എന്ന് ഉള്ളൊരു ചോദ്യത്തിന് എന്ത് പറയും? എനിക്ക് തോന്നുന്നു രാഹുൽ അത് ഒന്നത് പീരീഡ് ഫിലിമാണ്, പെട്ടെന്ന് നമുക്ക് ആ ഒരു പീരീഡ് 17-ാം നൂറ്റാണ്ട് ആ ഒരു ഫീല് കൊണ്ടുവരാനും, പിന്നെ എനിക്ക് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയത് പെട്ടെന്ന് നമുക്ക് റിയാലിറ്റിയിൽ നിന്ന് മാറാൻ പറ്റുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോഴത്തേക്ക് വേറെ ഓഡിയൻസിനെ നമുക്ക് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇൻറ്റീരിയേഴ്സിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു ഡാർക്ക്നെസ്സിന് ഒരു ബ്ലാക്ക് കുറേ കൂടെ സഹായിക്കുന്നുണ്ടെന്ന്. ഡാർക്ക്നെസ് ഈ സിനിമയുടെ ഒരു പ്രമേയത്തിൻ്റെ തന്നെ. അതെ അല്ലേ? ആ ഒരു ഇരുണ്ട ഇത് അതൊരു പ്രമേയം അല്ല, ഒരു കഥാപാത്രം പോലെ തന്നെയാണ് അന്തരീക്ഷവും. അതിൻ്റെ ആ ഭയത്തെ കൂട്ടുന്ന രീതിയിലുള്ള മാറി മറിയുന്നുണ്ട്. വീട് തന്നെ വേറൊരു ക്യാരക്ടറാണല്ലോ. എന്തുകൊണ്ട് കളറിലെടുത്തു ഇല്ല എന്നൊരു ചോദ്യം ആൾക്കാർ ചോദിക്കും. ഇത് കളറിലാണെങ്കിൽ കുറെ കൂടെ ആകർഷകമാകുമായിരുന്നു വാദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നല്ലത്. അത് ഈ സിനിമ പിച്ച് ചെയ്യുന്നത് രാഹുൽ എൻ്റെ അടുത്ത് ആദ്യം പറയുമ്പോൾ തന്നെ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നാണ് പറയുന്നത്, പിന്നെയാണ് കഥ പറയുന്നത്. രാഹുലിനത് അതല്ലാതെ ആലോചിച്ചിട്ടേ ഇല്ല. പിന്നെ നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ടെസ്റ്റ് നടത്തിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ കാർഡൊക്കെ ഷൂട്ട് ചെയ്യുമ്പം ഡേ ഫോർ നൈറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ കളറിൽ ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എനിക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ ഇലാബറേറ്റ് ആയിട്ട് ഒരു ടെസ്റ്റ് ഷൂട്ട് നടത്തിയായിരുന്നു. പ്രോപ്പർ ഷൂട്ടിംഗ് പോലെ തന്നെ ഫുൾ ഒരു ക്രൂ ഒക്കെ വെച്ചിട്ട് ലൈറ്റും എല്ലാം വെച്ചിട്ട്, അല്ല ആർട്ടിസ്റ്റുകൾ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സൊക്കെ തന്നെയാണ് ഡമ്മി ആർട്ടിസ്റ്റ് ആയിട്ടിരുന്നത്. ഒരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കി.
എന്നിട്ടത് കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കണ്ടു നോക്കി, ജസ്റ്റ് ടു മേക്ക് ഷുവർ ഓക്കെ നമ്മുടെ തീരുമാനം കറക്റ്റ് ആണെന്ന്. അപ്പം ഞാൻ അതിൽ ഇത് ചെയ്തിട്ട് ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ മാറി തന്നേ ഉള്ളൂ. ബാക്കി അവരുടെ തീരുമാനത്തിൽ തന്നെ നിന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കലാ സംവിധാനത്തിന് ഇതിലൊരു പ്രത്യേകതയുണ്ട് അല്ലേ? പിന്നെ അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു സ്പേസ് ആണ് മൊത്തത്തിൽ ഒരു ആ മനയും അതാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ വിഷ്വലിൽ വരുന്നത് മുഴുവൻ അതാണ്. അടുക്കള, പഠിപ്പുര എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ചുറ്റും ആ മനയ്ക്ക് ചുറ്റും ഇത്രയും ഏരിയ കാട് പിടിപ്പിച്ച് എടുത്തേക്കുന്നത്. ആ പഠിപ്പുര തൊട്ട് ആ മന വരെ നല്ലൊരു ദൂരമുണ്ട്. ഇവർ നടക്കുന്നതും ഓടുന്നതൊക്കെ പല സീനുകളും കാണാം. ഇത്രയും ഏരിയ നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരണം. അതൊരു വലിയ സാഹസികമായ പ്രവൃത്തി. അതെ, വളരെ വലിയൊരു വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ പാറക്കെട്ടുകൾ പോലെ അതും എല്ലാം ഈ പോർച്ചുഗീസുകാരെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ആ പീരീഡ് വ്യക്തമാക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? അത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നമ്മൾ ഹിസ്റ്ററിയിലോട്ട് വരുന്ന പോലെ തിരിച്ചൊരു ഈ പറഞ്ഞ ഒരു ഫാന്റസി വേൾഡിൽ നിന്ന് വേഗം ഒരു യഥാർത്ഥ സംഭവത്തിലേക്ക് വരുന്ന പോലെ ഒരു പൊളിറ്റിക്സും ഉണ്ട് അതിൽ. അതെ 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 അതെ. ഈ ഇതിനിപ്പോൾ തൊട്ട് മുമ്പായിരുന്നു ഈ ജോളി ജോസഫിൻ്റെ ആ ഡോക്യുമെൻ്ററി എടുത്തത്. അതിൽ ഇപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? അത് ആ ഡോക്യുമെൻ്ററി വെൽ സ്ക്രിപ്റ്റഡ് ആണ്. എല്ലാം ഇൻ്റർവ്യൂസ് എല്ലാം അതിൻ്റെ ബാക്കി സംഭവങ്ങളെല്ലാം പ്രോപ്പർലി റിട്ടേൺ ആണ്. ഒരു സാധാരണ ഡോക്യുമെൻ്ററി പോലെ നമ്മൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഇവോൾവ് ചെയ്ത് വരുന്ന അങ്ങനത്തെ ഒരു രീതിയല്ലായിരുന്നു. അത് വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യം. പിന്നെ എഡിറ്റിങ്ങിൽ ഡെഫിനറ്റ്ലി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. ധാരാളം ടെലിവിഷൻ ന്യൂസ് ഫുട്ടേജൊക്കെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മെയിനായിട്ട് അത് ഫിക്ഷണലൈസ് ചെയ്യേണ്ട കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു എനിക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അതർവൈസ് ഇൻ്റർവ്യൂസും കാര്യങ്ങളും. പക്ഷേ അതിൻ്റെ പ്രീ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ധാരാളം ലൊക്കേഷനുകളുണ്ടായിരുന്നു. ഈ ഭ്രമയുഗത്തിൽ നേരിട്ട ഒരു ക്യാമറാമാൻ എന്നുള്ള നിലയിലുള്ള ഏറ്റവും വലിയ ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ അതെന്തായിരുന്നു? ഈ പറഞ്ഞ പോലെ ഈ ഫോറസ്റ്റ് ഡേ ഫോർ നൈറ്റ് ഒക്കെ ചെയ്യാനായിട്ട് ആദ്യത്തെ സീൻ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വളരെയധികം ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 12Kയും 9K സാധാരണ നമ്മൾ സിനിമകളിൽ ഉപയോഗിക്കാറില്ല. അത്രയും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം അത്രയും കൂടിയ ലൈറ്റ്സും പവർഫുള്ളായിട്ടുള്ള ലൈറ്റ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ ഭയങ്കര പാടാണ്. കാട്ടിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് എപ്പോഴും മറിയുന്നുണ്ടാവും. നിറയെ മരങ്ങളുള്ള സ്ഥലമാണ്. നമുക്ക് മുകളിൽ സ്കിമ്മറൊക്കെ കെട്ടാനൊക്കെ ധാരാളം സമയം എടുക്കുന്നത്. പോസിബിൾ ആണെന്ന് തന്നെ നമ്മൾ തോന്നി. പക്ഷേ നമ്മുടെ ലൈറ്റിംഗ് ക്രൂ അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻസ് എല്ലാവരും അതിന് വേണ്ടിയിട്ട് ധാരാളം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് കട്ട് ചെയ്യുക, പിന്നെ അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമ്മളൊരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ ചെറിയൊരു പുകയുടെ ഒരു ലെയറൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ കാറ്റൊക്കെ അടിക്കുക അതൊക്കെ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും ഓരോ ഷോട്ട് എടുക്കാൻ. നല്ലൊരു ടീം വർക്കായിരുന്നു. പിന്നെ എല്ലാവരും കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന കഥ ഒരു വരുന്നുണ്ടല്ലോ, അതെന്താണ് ശരിക്കും? അതൊരു ഒരു ഒരു പയ്യനാണത് ചെയ്തേക്കുന്നത്. ഒരു പ്രോസ്തെറ്റിക്സ് ആണ് അതിൻ്റെ. ആ മേക്കപ്പ് ചെയ്യാൻ ഏകദേശം ഒരു 5-6 മണിക്കൂർ എടുക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ചെയ്ത ആർട്ടിസ്റ്റ് അതൊന്നും കഴിക്കാനോ ഒന്നും പറ്റാതെ ഇങ്ങനെ. ബോംബെ എന്നുള്ള ടീമാണ് അവർ. പ്രീതി ശീൽ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അവരാണ് ഇത് ചെയ്തത്, ഈ പ്രോസസ് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ഷൂട്ട് മുമ്പ് ഇവൻ്റെ ഒരു മോൾഡ് എടുത്ത് അതിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മോൾഡ് എടുക്കാൻ ഇതേപോലെ 8 മണിക്കൂർ ഈ കുട്ടി ഇരുന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ കാര്യത്തിലോ? മമ്മൂക്കയുടെ മുഖവും പല്ലും എന്തെങ്കിലും? ആ പല്ലുകൾ ഒരു ഡെന്റിസ്റ്റിനെ കൊണ്ട് ചെയ്യിച്ചതാണ്. അതിൻ്റെ ടോണും എല്ലാം. മമ്മൂക്കയുടെ മേക്കപ്പിന് ഒരുപാട് സമയം വേണ്ടി വന്നു എല്ലാം തോന്നുന്നു. കാരണം ചെറിയായിട്ട് സ്കിന്നിൽ ചെറിയ ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. എത്ര ദിവസം എടുത്തു ഈ സിനിമയുടെ മൊത്തം ഷൂട്ടിങ്? 52 ദിവസം. 52 കണ്ടിന്യൂസ് ആയിരുന്നു? അല്ല, ചെറിയ ബ്രേക്കുകൾ ഉണ്ടായിരുന്നു. കാരണം പല സെറ്റുകളും നമ്മളിപ്പോൾ പാലക്കാട് നിന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വരുമ്പോൾ എറണാകുളത്തൊരു സെറ്റും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അവിടെ നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ളൊരു സ്പേസ് ഒക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ഇൻറ്റീരിയേഴ്സ് മുഴുവൻ വരിക്കാശ്ശേരി മനയിലും, എക്സ്റ്റീരിയർ ഒളപ്പമണ്ണ മനയിലും. അതിൻ്റെ ഒളപ്പമണ്ണയുടെ എക്സ്റ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സെറ്റ് വർക്ക് കഴിഞ്ഞിട്ട് വന്ന് കാണുമ്പോഴത്തേക്ക് ഇത് ഞെട്ടിപ്പോകുന്ന തരത്തിലായിരുന്നു. എൻ്റെ ഒരു കലാസംവിധാനം ജ്യോതി ശങ്കർ.
ആ സ്ഥലം ട്രാൻസ്ഫോം ചെയ്തത് വളരെ അത്ഭുതകരമായിട്ട്. കാരണം അതുപോലെ തന്നെ ആതിരപ്പള്ളി, ആതിരപ്പള്ളിയിലും പിന്നെ മലയാറ്റൂരിലും ഒക്കെ ആയിട്ടാണ് കാടുകൾ. മലയാറ്റൂരിലെ കാട് അല്ലേ? അതെ, അവിടെയാണ് ആതിരപ്പള്ളി. പിന്നെ ക്ലൈമാക്സിൽ പോർച്ചുഗീസുകാർ വരുന്നതും ആതിരപ്പള്ളിയിൽ. ശരിക്കും ഇതിൻ്റെ അകത്തൊരു പൊളിറ്റിക്സും എല്ലാം ഉണ്ട്. വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ ആയിട്ട് പഴയ ഹിസ്റ്ററി ആണെങ്കിലും അത് ഇതിലേക്ക് അധികാരത്തിൻ്റെ ഇതും എല്ലാം കണക്ട് ചെയ്യുന്നു. പിന്നെ ഇത് വളരെ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വിജയകൃഷ്ണൻ എന്ന് പറയുന്ന ഫിലിം ക്രിട്ടിക്കും ഡയറക്ടറും പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഇത് വെളിയിൽ നിന്നൊന്നും കൊണ്ടുവന്നല്ലേ, നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രമേയമാണ് അല്ലെ, പൈതൃകത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ നമ്മുടെ കൾച്ചറിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. വെളിയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയാൻ ആർക്കും പറ്റില്ല. ചാത്തനും ഇതെല്ലാം മലയാളിയുടെ മിത്തിലും മറ്റും എല്ലാം നിറഞ്ഞു നിന്ന കാര്യങ്ങളാണ്. അതിനെ ഭംഗിയായിട്ട് ആവിഷ്കരിച്ചു എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ. അതായത് ഈ സിനിമയുടെ ഒരു ടോൺ സെറ്റ് ചെയ്യുന്നതിൽ ഇപ്പം രാഹുൽ സദാശിവൻ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ ഒരു ടീം വർക്കുണ്ട്. പക്ഷെ ക്യാമറയ്ക്കും വലിയ റോൾ, ക്യാമറയും അതിലൊരു വലിയ ഈ ആ ഒരു ടോൺ സെറ്റ് ചെയ്യുന്ന മാത്രമല്ല അന്തരീക്ഷം, ഭയം, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു പിന്നെ ഷഹനാദ് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അല്ലേ. അങ്ങനെ വിഷ്വലി കഥ പറയുന്ന സിനിമകൾ നമുക്ക് വളരെ അപൂർവമായിട്ടായിരിക്കുമല്ലോ കിട്ടുന്നത്. കൂടുതലും നമ്മൾ ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളും ഒക്കെ ആയിരിക്കും. ഇപ്പം ഇതിനകത്ത് പലപ്പോഴും ഇപ്പം അർജുൻ്റെ പല നടത്തങ്ങൾ, ഇപ്പം ആർട്ടിസ്റ്റ് ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, അയാളും ആ സ്പേസുമായിട്ടുള്ളൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുക, ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, ആ മൂഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് വിരളമായിട്ട് പല സിനിമകളിൽ നമുക്ക് കിട്ടാറുള്ളൂ. പക്ഷേ ഇത്തരം ചിത്രങ്ങൾ ഇതുപോലെ ഇതൊരു ആർട്ട് ഓറിയൻറ്റഡ് ഫിലിം എന്നും പറയാം. കാരണം ഒരു കൊമേഴ്സ്യൽ ഫിലിം ഇതിപ്പോൾ കൊമേഴ്സ്യലി സക്സസ്ഫുൾ ആയി, വലിയ രീതിയിൽ കളക്ട് ചെയ്തു, തിയേറ്ററിൽ കളക്ട് ചെയ്തു, OTT-ൽ വലിയ അംഗീതായി. പക്ഷേ അതേസമയം ഇതൊരു കൊമേഴ്സ്യൽ ഫിലിം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലൊരു ആർട്ട് ഓറിയൻറ്റഡ് ഫിലിമാണ്. പക്ഷേ നന്നായിട്ട് കളക്ട് ചെയ്താണ്. വാസ്തവത്തിൽ മലയാള സിനിമയുടെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് കോമഡി അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് സ്ലാപ്സ്റ്റിക് കോമഡി മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓടുന്ന ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ വളിപ്പാട്ടുള്ള ചിത്രങ്ങളുമുണ്ട്. അതിനിടയിൽ ഒരു വലിയൊരു മലയാള സിനിമയുടെ ഒരു പഴയ ഒരു കരുത്ത് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ഓഡിയൻസ് കൂടുതലായിട്ട് പറയുന്നത് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, തിയേറ്ററിൽ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയെന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ മേഖലയും തിയേറ്ററിൽ കാണണം. അതെ അതെ, എല്ലാ മേഖലയും അതിൻ്റെ വിഷ്വലി, സൗണ്ട്, മ്യൂസിക്, ആർട്ട് ഡയറക്ഷൻ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടൊരു പെർഫോമൻസുകൾ മെയിനായിട്ട്. അപ്പോൾ എല്ലാം ഒരുമിച്ച് നന്നായിട്ട് വരുമ്പോഴത്തേക്ക് OTT-ൽ പക്ഷേ കണ്ടപ്പോൾ ഞാൻ OTT-ൽ കണ്ടപ്പോൾ ഈ തീയുടെയൊക്കെ കളർ പോലെ തോന്നി. എനിക്ക് അറിയില്ല, ഓരോ TV-യിലും ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ ഓരോ സെറ്റിങ്സ് മാറുമ്പോഴത്തേക്കൊക്കെ നമുക്ക് അതിൻ്റെ കറക്റ്റ്. തിയേറ്ററിൽ പക്ഷേ കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു OTT-ൽ കണ്ടു തുടങ്ങി 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നിർത്തിയിട്ട് നേരെ തിയേറ്ററിൽ പോയി കണ്ടു. ശരിക്കും തിയേറ്ററിൽ കാണേണ്ട സിനിമയാണത്. അതൊരു ക്യാമറാമാൻ്റെ വിജയം കൂടിയാണ്, ഡയറക്ടറുടെ വിജയമാണെങ്കിലും ഒരു കൂട്ടായ്മയുടെ വിജയം. ഇപ്പോൾ ഷഹനാദിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചിത്രം ചിത്രസൂത്രം വിപിൻ വിജയ് ഡയറക്ട് ചെയ്തത്, അതും ഒരു ആർട്ട് ഓറിയന്റഡ് ഫിലിമാണ്. അതിനാണ് ആദ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. നേരത്തെ സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. എന്തുകൊണ്ടാണ് ഈ ഛായാഗ്രഹണ അവിടെ അത് സിനിമറ്റോഗ്രാഫിയാണോ അവിടെ പഠിച്ചത്? ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? മെയിനായിട്ട് നമ്മൾ ഇവിടെ ഫിലിം സൊസൈറ്റീസിലൊക്കെ സിനിമകൾ കണ്ട് സിനിമയോടുള്ളൊരു വളരെ പാഷനേറ്റായിട്ട് സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫി നമ്മൾ തനിയെ പഠിച്ച് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയും ചെയ്യുന്നുണ്ടായിരുന്നു. ബേസിക്കലി സിനിമയോടുള്ള ഇഷ്ടം, പിന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫി ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കോമ്പിനേഷനിലായിരിക്കണം അത്. ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്ന കാലം സഹായിക്കുന്നുണ്ടോ? സത്യജിത് റേ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ കൂടെ അറിയില്ല. ഇപ്പോൾ ബ്രഹ്മയുഗത്തിലൊക്കെ കോമ്പോസിഷൻസ് ഒക്കെ വളരെ വളരെ മെഷേർഡ് ആയിട്ടുള്ള അങ്ങനെ പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറേ ഗ്രാഫിക്കൽ സ്ട്രക്ചേഴ്സും ഫ്രെയിമിനകത്ത് തൂണുകളും കാര്യങ്ങളും അതിൻ്റെ ആർക്കിടെക്ചറും ഒക്കെ നോക്കി അങ്ങനെ ആ രീതിയിൽ കോമ്പോസിഷൻ വൈസ് കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ ഉടനെ ആയിരുന്നു ചിത്രസൂത്രം? അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ക്യാമറമാൻ വേണു സാറിൻ്റെ കൂടെ 1.5 വർഷം വർക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏത് ചിത്രത്തിലാണോ ഒപ്പം വർക്ക് ചെയ്തത്? ഞങ്ങൾ ആദ്യം ഒരു തിരുമകൻ എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ, പിന്നെ
മഹാരഥി എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിനിമ, പിന്നെ പഴശ്ശിരാജ. ആക്ച്വലി 10 ദിവസം വേണം സാർ വർക്ക് ചെയ്തുള്ളൂ, കാരണം അതിങ്ങനെ പല ഷെഡ്യൂൾസായിട്ട് നീണ്ടു പോയിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കുറേയേറെ പ്രീ പ്രൊഡക്ഷൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1.5 വർഷത്തോളം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിപിൻ പിന്നെ ചിത്രസൂത്രം ചെയ്യാനായിട്ട് വിളിച്ചത്. അതിൽ പക്ഷേ സ്റ്റേറ്റ് അവാർഡ്, ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ചിത്രം. പിന്നീട് കൊമേഴ്സ്യൽ സിനിമയും ചെയ്തില്ല ഈ അടുത്ത കാലത്ത്. അത് കഴിഞ്ഞാൽ ഉടനെയാണ് ഈ അടുത്ത കാലത്ത് വരുന്നത്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, വെടി വഴിപാട്. അതിനിടെ തന്നെ കന്യക ടാക്കീസ് എന്ന് പറഞ്ഞ കെ.ആർ. മനോജിന്റെ ഇന്ത്യൻ മനോരമ ഓപ്പണിംഗ് ഫിലിം ആയിരുന്നു. അതെ അതെ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, ഐ മീൻ അത് കുറച്ച് പിന്നെ ഷെഡ്യൂൾസ് ഒക്കെ നീണ്ടു പോയായിരുന്നു. അപ്പോൾ അത് നേരെ അത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അതിന്ന് നേരെ പോകുന്നത് കന്യാ ടോക്കീസാണ്, ഡിജിറ്റലാണ്, അതിൻ്റെ ആദ്യത്തെ ഡിജിറ്റൽ ഫിലിമാണ്. അപ്പോൾ അന്ന് ആ ഒരു ട്രാൻസ്ഫർമേഷൻ ടൈമാണത്. അത് പക്ഷേ അത് വളരെ സ്മൂത്തായിട്ട് തന്നെ ആ ഒരു ട്രാൻസിഷൻ നടന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതാ ഇന്ത്യൻ മനോരമയിൽ ഓപ്പണിംഗ് ഫിലിമായിരുന്നു. അതെ. പിന്നീട് പിന്നെ കൊമേഴ്സ്യൽ ഫിലിംസ് വേറെ വെടി വഴിപാട് അങ്ങനെയൊക്കെ, വൈശാഖിന്റെ വിശുദ്ധൻ ചെയ്തു, പിന്നെ വിമാനം എന്ന് പറഞ്ഞ സിനിമ. ഈ ഏത് ചെയ്യുന്നതിന് അങ്ങനെ ഒരു തരംതിരിവുണ്ടോ? പക്ഷേ ആർട്ട് സിനിമയോട് ഉള്ള ഒരു അഫെക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, കൂടുതലും നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമകളാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പം റാസിയുടെ വെളുത്ത രാത്രികൾ എന്നൊരു സിനിമ, ദസ്തേവ്സ്കിയുടെ വൈറ്റ് നൈറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സുരേഷ് നാരായണൻ്റെ ഇരട്ട ജീവിതം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇരട്ട ജീവിതമൊക്കെ ഇപ്പം സി സ്പേസ് എന്ന് പറഞ്ഞ OTT-ൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമകൾക്ക് അധികം പിന്നെ ഓപ്പർച്യൂണിറ്റീസ് അധികം വന്നിട്ടില്ല. ഐ മീൻ ഫെസ്റ്റിവൽസിലൊന്നും അധികം വന്നിട്ടില്ല. പക്ഷേ ഇമ്പോർട്ടൻറ്റ് സിനിമകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭൂതകാലം നിങ്ങൾ രണ്ടുപേരും രാഹുൽ സദാശിവനായിട്ട് ചെയ്ത പടമല്ലേ? അതെ, ഭൂതകാലം രേവതിക്ക് അവാർഡൊക്കെ കിട്ടുന്ന അത് അൻവർ റഷീദാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അൻവർ ഒരു ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എറണാകുളത്തേക്ക് വരണം. അതൊരു ചെറിയൊരു വീട്ടിൽ വെച്ച് ചിത്രീകരിക്കുന്ന. അതെ അല്ലേ? അതും വളരെ സാധാരണമായിട്ടുള്ളൊരു വീട്, വളരെ സ്പേസൊക്കെ കുറഞ്ഞിട്ടുള്ള ചെറിയ ബെഡ്റൂമുകളും ഒക്കെ ഉള്ളൊരു വീട്. ആ ഒരു വീട് കിട്ടിയതാണ് കറക്റ്റ് ആ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടുള്ളൊരു ഇൻറ്റീരിയറിലെ റൂംസിൻ്റെയൊക്കെ ലേ ഔട്ടുള്ളൊരു വീട് കിട്ടിയതാണ് നമുക്ക് ഹെൽപ്ഫുള്ളായത്. കാരണം ഷെയ്ൻ്റെ ക്യാരക്ടർ, അമ്മൂമ്മയുടെ ഷെയ്ൻ്റെ റൂം, അമ്മൂമ്മയുടെ റൂം, അമ്മയുടെ റൂമും പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു കോറിഡോർ, അപ്പോൾ അതെല്ലാം കറക്റ്റ് ആ സ്ക്രിപ്റ്റിലുള്ളതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലേ ഔട്ടുള്ളൊരു വീട് കിട്ടി. അതിന് ഇതിപ്പോൾ ഈ സിനിമയുടെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു, പുഴ, മന, ചെറിയൊരു കാട്, ചെറിയ കഥാപാത്രങ്ങളുടെ എണ്ണം കുറവ്. ലാർജർ സ്കെയിലിൽ ഇപ്പം കഥാപാത്രങ്ങളും ഉള്ള ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം? അല്ല, എനിക്ക് അങ്ങനെ അത് ഒരു സ്കെയിലിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രെയിമിനകത്തുള്ള കാര്യങ്ങളാണ്. എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം വിമാനമൊക്കെ വളരെ നല്ല വിജയം നേടിയ കൊമേഴ്സ്യൽ ഫിലിമായിരുന്നു. അല്ല, അങ്ങനെയല്ല. പക്ഷേ വർക്ക് വൈസ് നമുക്ക് നല്ല എഫേർട്ട് ഉണ്ടായിരുന്ന ഒരു സാധനം ഇതായിരുന്നു. ഒരു ഫ്ലൈറ്റ് അതൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഷൂട്ട് ചെയ്യലും ഒക്കെ അതിനകത്ത് നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു, പല കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ക്രൗഡ് ഇപ്പം സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഒരു ലോറി മറിയുന്നതും ഭയങ്കര എല്ലാ ദിവസവും 500 പേരൊക്കെ ഉള്ള സീനുകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കാണാറില്ല. അത് ഇപ്പം ഒരു ഫ്രെയിമിനകത്ത് 500 പേരാണോ ഒരാളാണെന്നുള്ളത് നമ്മൾ മാറ്റർ ചെയ്യുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ആൾക്കാർ സിനിമ കണ്ടിട്ട് നല്ല ഫോട്ടോഗ്രാഫി എന്നാണ് പറഞ്ഞത്. അത് പറയുന്നത് സൂര്യാസ്തമനം കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ലാൻഡ്സ്കേപ്പ്. പക്ഷെ അതിൽ നിന്നൊക്കെ പക്ഷേ പ്രേക്ഷകർ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു അല്ലേ? ഇപ്പോൾ ഈ ഒരു സിനിമയുടെ തന്നെ സിനിമറ്റോഗ്രാഫിയെ കുറിച്ച് പറയാവുന്ന രീതിയിലേക്ക് ആൾക്കാർക്ക് ആ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഇതിൻ്റെ ഈ ഷൂട്ടിങ്ങിനിടയിൽ വേറെ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ ബേണിങ് ഹൈലൈറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഫോറസ്റ്റിലേക്കുള്ള സീക്വൻസ് ഒക്കെ ഡേ ഫോർ നൈറ്റ് ഒക്കെ ചെയ്യുന്നതിലുള്ള അങ്ങനത്തെ ചാലഞ്ചസ്. പിന്നെ ഈ ഇൻറ്റീരിയർ ലോ ലൈറ്റിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സാധാരണ കളറിൽ ചെയ്യുന്ന പോലെ അത്ര ഒരു സോഫ്റ്റ് ലൈറ്റിംഗ് ഒന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ആ ഒരു ലെവൽ ഓഫ് കോൺട്രാസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അല്ല അപ്പോൾ ലൈറ്റിങ്ങിൽ അതിനനുസരിച്ചുള്ള ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടി വരുന്നുണ്ട്. ഇത് കളറിൽ ആരും കാണുന്നില്ല. ഇല്ല.
ഡയറക്ടറും ക്യാമറമാനും കാണുന്നില്ല? ഇല്ല, നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്ക് ഫയൽ ഉണ്ടാക്കിയിട്ട് അത് ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ അത് പല ടെസ്റ്റുകൾ നടത്തി കളറിസ്റ്റുമായിട്ടിരുന്ന് ഒരു ഗ്രേഡഡ് ഒരു നമുക്ക് ആവശ്യമുള്ള ലുക്ക് ഉണ്ടാക്കിയിട്ട് അത് ക്യാമറയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഡയറക്ടറും കാണുന്നത്. എഡിറ്റിങ്ങിനുള്ള ഡെയിലീസ് പോകുന്നതും ആ സെയിം ഫയൽ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട്. സിനിമാറ്റോഗ്രാഫിയിൽ ദേശീയ തലത്തിൽ നോക്കിയാൽ തന്നെ മലയാളികൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും ക്യാമറമാരാണ് കൂടുതലുള്ളത്. ഏറ്റവും ഇപ്പം വേണുവിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു വലിയ ഇതാണ് അല്ലേ? എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിംസൊക്കെ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ പഠിച്ചിറങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കാര്യമാണ്. മറ്റ് അങ്ങനെ താല്പര്യമുള്ള വേറെ എടുത്ത് പറയാവുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഛായാഗ്രാഹകന്മാരാരാണ് മലയാളി? ഇവിടെ നമുക്ക് സണ്ണി ജോസഫ് സാറൊക്കെ ആയിട്ട് നേരത്തെ ബന്ധമുണ്ട്. അദ്ദേഹം നമ്മളൊരു ഒരു ഗൈഡായിട്ട് പണ്ട് തൊട്ടേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനൊക്കെ പോയി കാണുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഹിനി എന്ന് പറഞ്ഞ സിനിമയും ട്രെയിൻ ടു പാകിസ്ഥാൻ അതൊക്കെ നമ്മൾ ആ സമയത്ത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം കെ യു മോഹനൻ സാർ എല്ലാവരും. സിനിമാറ്റോഗ്രാഫി തന്നെ നിൽക്കാനാണോ അതോ ഡയറക്ഷനിലേക്ക് ലക്ഷ്യമുണ്ടോ? ഇല്ല, സിനിമാറ്റോഗ്രാഫി തന്നെയാണ്. ഇത് തന്നെ സാധാരണ ചിലർ ഇപ്പോൾ വേണു അടക്കം സംവിധാനത്തിലേക്ക് വന്നല്ലോ. ഇല്ല, തൽക്കാലം അങ്ങനത്തെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഇത്. കുറച്ചുകൂടെ മാത്രമല്ല ഇത് ഇനിയും പെർഫെക്റ്റ് ആക്കാനുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. പുതിയ പ്രോജക്റ്റുകൾ എന്താണ്? 1-2 പ്രോജക്ട്സ് ഡിസ്കഷനിലാണ്, ഫൈനലൈസ് ചെയ്തിട്ടില്ല. വളരെ ഒരു വലിയ മികച്ച വർക്കുകൾ ചെയ്യുകയാണെങ്കിലും ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ ഇടിച്ചു കയറുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമില്ല. ഒരു വളരെ ഇപ്പം ഒരു ഫിലിം മേക്കറിന് അറിയാമല്ലോ അവർക്ക് എന്ത് തരം ഏത് ടൈപ്പ് ഓഫ് ക്യാമറമാനാണ് ആവശ്യമുള്ളതെന്ന് അറിയാമല്ലോ. ഒരു പ്രമയുഗം കണ്ടിട്ട് ഈ മേഖലയിൽ നിന്ന് ആരൊക്കെ വിളിച്ച് അഭിനന്ദിച്ചു? ധാരാളം പേര്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സിനിമാറ്റോഗ്രാഫേഴ്സാണ്. ധാരാളം പേര് വിളിച്ചിട്ടുണ്ട്, പക്ഷേ സിനിമാറ്റോഗ്രാഫേഴ്സ് കുറേ പേര് ഇപ്പോൾ മലയാളത്തിലായാലും സുഹൃത്തുക്കളായിട്ടുള്ള പല ആൾക്കാരും സീനിയേഴ്സായാലും ചെന്നൈയിൽ നിന്നും ബോംബെയിൽ നിന്നുമൊക്കെ വളരെ നമ്മൾ ബഹുമാനിക്കുന്ന സിനിമാറ്റോഗ്രാഫേഴ്സ് വിളിച്ച് കുറേ നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്ത് എനിക്ക് അതാണ് ഏറ്റവും. ഇത് മറ്റ് ലാംഗ്വേജസിലും ഇറങ്ങിയതോ? തമിഴിൽ എല്ലാ ലാംഗ്വേജിലും ഡബ്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഡബ്ഡ് വേർഷൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു പ്രൊഡക്ഷൻ. അത് നല്ല റിസപ്ഷനാണോ? അല്ല, കന്നഡയിലും ഒക്കെ തമിഴ്നാട്ടിലൊക്കെ തിയേറ്റർ. മമ്മൂട്ടിക്ക് അവിടെ എല്ലാവരും ഡിമാൻഡ് ഉണ്ടല്ലോ. അതെ അതെ അതെ. അല്ല, ഈ ഡബ് വേർഷൻ സെക്കൻഡ് വീക്കിലാണ് ഇറങ്ങിയത്. അതിന് മുമ്പ് തന്നെ മലയാളം വേർഷൻ തന്നെ നല്ല ആളുണ്ടായിരുന്നു അതർ സ്റ്റേറ്റ്സിൽ. ഇവൻ ബോംബെ നിന്നൊക്കെ ആൾക്കാർ നല്ല റെസ്പോൺസാണ് തന്നത്. ഇപ്പോൾ മലയാള സിനിമയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ യുവതയുടെ അല്ലെങ്കിൽ യൂത്തിൻ്റെ ഒരു വലിയ തള്ളിക്കയറ്റം അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങൾ പലതും തിയേറ്ററിൽ വിജയിക്കുന്നു. കോവിഡിന് ശേഷം ആ ഒരു വലിയ മാറ്റം അതിനെ എങ്ങനെയാണ് ഷഹനാദ് കാണുന്നത്? വളരെ ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, അതിൻ്റെയൊക്കെ ഒരു സക്സസ് ഭയങ്കര, എനിക്ക് തോന്നുന്നു ഫിലിം മേക്കേഴ്സിന് എല്ലാവർക്കും വേറൊരു വാതിൽ തുറന്നിട്ട് കൊടുക്കുന്ന പോലെ ഒരു. മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത പടമായി. ഈവൻ ഔട്ട്സൈഡ് കേരള എല്ലാം നല്ല കളക്ഷൻ. ഈ സാങ്കേതിക വിദ്യയിലും ഇപ്പം നമ്മളിപ്പോൾ ഡിജിറ്റൽ കാലത്താണ് ജീവിക്കുന്നത്. ഇപ്പോൾ പണ്ട് ഗുണ എന്നുള്ള ചിത്രം ഷൂട്ട് ചെയ്തത് ആ കേവ്സിൽ തന്നെയായിരുന്നു. അന്ന് അത്രയും പ്രയാസപ്പെട്ട വേണു ആണത് ഷൂട്ട് ചെയ്തത്. ഇപ്പം പക്ഷേ ഈ സെറ്റ് ഇടാൻ പറ്റുന്നു എന്നുള്ളത് വലിയ എളുപ്പമുള്ളൊരു കാര്യമല്ലേ? എനിക്ക് തോന്നുന്നു അത് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത്രയും പൈസ മുടക്കാനും. അതെ അതെ, ടാലൻ്റ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ അന്നത്തെ സിനിമ നോക്കുമ്പോൾ സിനിമയിൽ പഴയ കാലത്തും നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തും പക്ഷേ കുറേ കൂടെ ഈസിയായെന്ന് പറയാൻ പറ്റും. ടെക്നോളജി ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു ഈസിയായെന്ന് അപ്രോച്ച് ചിലപ്പോൾ ആൾക്കാർ അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വൈസ് ആൾക്കാർ കുറേക്കൂടെ ഈസി ആയിട്ട് എടുക്കുന്നു. പക്ഷേ ഓരോ ഫിലിം മേക്കറെ സംബന്ധിച്ചിരിക്കും. ചിലർ നമുക്കിപ്പോൾ ഡിജിറ്റലായതുകൊണ്ട് എന്നാൽ ഒന്ന് എടുത്ത് നോക്കാം, റിഹേഴ്സലൊന്നും വേണ്ട, ഒന്ന് എടുത്ത് നോക്കാം എന്നൊക്കെ പറയുന്നൊരു അങ്ങനത്തെ ഒരു
മൊബൈൽ ഫോണിൽ പോലും സിനിമ ചിത്രീകരിക്കാവുന്ന സ്ഥിതിയിലേക്ക് അല്ല, വന്നു. നമ്മൾ മുമ്പാണെങ്കിൽ ഒരു ഷോട്ട് എടുക്കുന്ന എല്ലാം റിഹേഴ്സ് ചെയ്ത് പക്കയാക്കിയിട്ടല്ലേ ഒരു ടേക്കിന് പോകത്തുള്ളൂ. ഇപ്പം ചില ആൾക്കാർ ഇങ്ങനെ ഓക്കെ നമുക്ക് ഒന്ന് എടുത്തു നോക്കാമെന്നൊക്കെ പറയുന്നൊരു, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്നൊക്കെ, അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് അത്. അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പക്ഷേ അത് ഡിപ്പെൻഡിങ് ഓൺ ഫിലിം മേക്കേഴ്സ്, എല്ലാ അറിവുള്ള ആൾക്കാരത് അങ്ങനെ ചെയ്യില്ല. പക്ഷേ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും യൂത്തിൻ്റെ ഒരു വളരെ നല്ലൊരു ഇത്. ഞാൻ നേരത്തെ ചോദിച്ചു ഇങ്ങനെ ഫിലിം സൊസൈറ്റികളിലൊക്കെ കണ്ട് ഒരു പാഷനേറ്റ് ആയിട്ടാണ് ഇത് പഠിക്കാനായിട്ടൊക്കെ പോയത്. അന്ന് ഫാമിലിയുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഒരു സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ ഡാഡിയൊക്കെ അത്യാവശ്യം ഇതിനെക്കുറിച്ച് സിനിമകളൊക്കെ കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലാലുദ്ദീൻ, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, സെക്രട്ടേറിയറ്റിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിന് അത്യാവശ്യം ഈ സിനിമ കാര്യങ്ങളൊക്കെ, സിനിമ കാണലിലൊക്കെ ശീലം ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിനോട് എതിർപ്പില്ല. അവരാണല്ലോ ഫീസ് തരാനായിട്ട്. അവരുടെ ഒരു വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളെല്ലാം. വേറെ പഠിച്ച് വേറെ വല്ല ജോലി കയറി കൂടെ എന്ന് ചോദിച്ചില്ല അല്ലേ? അത് ആക്ച്വലി ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഴുതിയിട്ട് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കോമേഴ്സാണ് പഠിച്ചത്. അപ്പം ആ സമയം കൊണ്ട് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് M.Com കഴിഞ്ഞായിരുന്നു. അപ്പോൾ M.Com കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാഡി പറഞ്ഞു അത് എന്നാൽ പിന്നെ ഇനിയൊരു ജോലിക്ക് പോകുന്നതല്ലേ നല്ലതെന്നുള്ളൊരിത്. അപ്പോൾ 2 പ്രാവശ്യം എഴുതി കിട്ടാതായപ്പോഴത്തേക്ക് ഞാൻ എന്നാൽ നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി പിന്നെ എപ്പോഴെങ്കിലും സിനിമയിലേക്ക് വരാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ടിഫിക്കേഷൻ വരുന്നതും അത് എഴുതി അഡ്മിഷൻ കിട്ടിയത്. ഒരു നാരോ എസ്കേപ്പ് ആയിരുന്നു അങ്ങോട്ട്. അവിടെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ബംഗാളി ഫിലിം മേക്കേഴ്സ് ഒക്കെ വരുമായിരുന്നു? ബംഗാളി ഫിലിം മേക്കേഴ്സ് മാത്രമല്ല, ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ടോപ്പ് എല്ലാ ടെക്നീഷ്യൻസും. ഡയറക്ടറായിട്ടിരിക്കുന്ന ആളാണോ? അല്ല, ഞാൻ അങ്ങനെ ഉള്ള സമയത്ത് എനിക്ക് തോന്നുന്നു ബസു ചാറ്റർജി അദ്ദേഹമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം വർക്ക്ഷോപ്സൊക്കെ എടുക്കാനായിട്ട് രഞ്ജൻ പാലിത്തൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു ക്യാമറമാൻ. ഇപ്പോൾ ഡോക്യുമെൻ്ററീസിൽ അതുപോലെ രമണി. പിന്നെ ഞാനുള്ള സമയത്ത് വന്നിട്ടുള്ളതിലൊരു പ്രധാന സിനിമാറ്റോഗ്രാഫർ ഇപ്പോൾ അനിൽ മേത്ത സാർ വന്നിട്ടുണ്ട്. അനിൽ മേത്ത, അനൂപ് ജോത്വാനി, വരുൺ മുഖർജി എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയുടെ തന്നെ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ, അദ്ദേഹം വന്നിട്ടുണ്ട്. KV ആനന്ദ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ജൂനിയർ ബാച്ചിന്. ഇപ്പോൾ ജൂനിയർ ബാച്ചിന് വന്നാലും സീനിയർ ബാച്ചിന് വന്നാലും നമ്മൾ എല്ലായിടത്തും പോയി അത് ഒബ്സർവ് ചെയ്യും. അവിടെ 5 വർഷത്തെ കോഴ്സാണ്? അല്ല, 3 വർഷത്തെ കോഴ്സ്. അവിടെ ഒരുപാട് മലയാളികളും പഠിക്കുന്നു? ഇല്ല, എൻ്റെ ബാച്ചിൽ സിനിമാറ്റോഗ്രാഫിയിൽ ഞാൻ മാത്രമായിരുന്നു. ഞങ്ങൾ 2 പേരായിരുന്നു എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു. ഒന്ന് ഈ വെടിവഴിപാട് ചെയ്ത ശംഭു ഡയറക്ഷനിലുണ്ടായിരുന്നു, ക്യാമറയിൽ ഞാനുണ്ടായിരുന്നു. വിപിൻ വിജയ് പിന്നെ അവിടെ ഡീനായിട്ട് ഇപ്പോൾ അവിടെ ഡീനായിട്ട് നമ്മുടെ സീനിയറാണ്, ഫസ്റ്റ് ബാച്ചിലുള്ള. ഞാൻ 4th ബാച്ചിലാണ്. ശരി. അതിന് അടുത്ത പടം ഇപ്പോൾ അനൗൺസ് ചെയ്യാവുന്ന രീതിയിൽ പറയാറായിട്ടുണ്ടോ അടുത്ത ചിത്രം? ഇല്ല. ഇപ്പോൾ പ്രമേയുഗത്തിൻ്റെ ആ ഒരു അല്ല, ഉടനെ പുതിയൊരു വർക്കിലേക്ക് കയറണം. അതിൻ്റെ സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.